ഇപ്പോൾ എൻ്റെ ഫോൺ ഇപ്പം നഷ്ടപ്പെടുന്നു വെച്ചോ, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, എന്താണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? സ്റ്റേഷനിൽ അത് എവിടെ വെച്ചാണ് സംഭവം നടന്നത്, അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് പോയി ഒരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ കംപ്ലൈന്റ് റെസിപ്റ്റ് മേടിക്കുക. നമുക്ക് IMEI അപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് വെച്ച് ആദ്യം നമുക്ക് പ്രാഥമികമായിട്ട് സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പിട്ട്, അതെ, സ്വിച്ച് ഓഫ് ആയതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ആരാണോ യൂസർ, നമുക്ക് വേറൊരു ഫോണിൽ നിന്ന് ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഫോണിലുണ്ടായിരുന്ന Gmail ID പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ആ ഡിവൈസിന്റെ മോഡൽ കാണിക്കും. അതിൽ വെക്കുമ്പോഴത്തേക്ക് കറന്റ് ലൊക്കേഷൻ കാണിക്കും. അങ്ങനെ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും ഫസ്റ്റ്. ഇനി അതല്ല, അപ്പൊ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം, ഫോൺ ലൊക്കേഷൻ ആയിരിക്കണം, സ്വിച്ച് ഓൺ ആയിരിക്കണം, നെറ്റും വേണം. അത്രയും കാര്യമുള്ളൂ. ഇനി അതല്ല, നമുക്ക് പാസ്വേഡ് അറിയത്തില്ല, അപ്പം നമ്മൾ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ മുന്നേ ആണെങ്കിൽ നമ്മൾ SHI കൊണ്ട് സാറിനോട് പറഞ്ഞിട്ട് നമ്മൾ സൈബർ സെൽ വഴി ലൊക്കേഷൻ എടുക്കും. ലൊക്കേഷൻ എടുത്തപ്പം ലൊക്കേഷൻ പല ടൈപ്പ് ഉണ്ട്. A ടൈപ്പ്, C ടൈപ്പ്. അപ്പം A ടൈപ്പ് എന്ന് വെച്ചാൽ ആക്യുറേറ്റ് ലൊക്കേഷൻ ആയിരിക്കും. ജിയോ ഒക്കെ വെച്ചാൽ ആക്യുറേറ്റ് ലൊക്കേഷൻ തരുന്ന ഇതാ. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ A ടൈപ്പ് ഒക്കെ ആണെന്ന് നമ്മൾ അപ്പോഴേ പോയി എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കും, ഡിവൈസ് ഇരിക്കും, നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. അങ്ങനെ പോയി അങ്ങനെ ഒരു 8-9 ഫോൺ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതും നടന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അടുത്ത ഘട്ടമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. IMEI ബ്ലോക്ക് ചെയ്ത് CIR പോർട്ടൽ, CEIR ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന വെച്ചാൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു, അപ്പോൾ അടുത്ത സിം ആരതിനകത്ത് ഇടുന്നോ അപ്പോൾ നമുക്ക് ട്രേസബിലിറ്റി റിപ്പോർട്ട് അയച്ചു. ചിലർക്ക് IMEI നമ്പർ അറിയാത്തൊരു സ്ഥിതി വരും. അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് IMEI നമ്പറും നമുക്ക് SHO ലോഗിൽ കയറി എടുക്കാൻ പറ്റും. അതായത് ഒരു സിം നമ്പർ, ഒരു നമ്പർ, ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ SHO പെർമിഷനോടെ SHO ലോഗിൽ കയറി നമ്മൾ IMEI നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ ഇതുവരെ ഏതൊക്കെ ഡിവൈസിൽ ഇട്ടിട്ടുണ്ടോ ആ ഡിവൈസിന്റെ എല്ലാ ഡീറ്റെയിൽസ് IMEI കിട്ടും. അപ്പം IMEI ഇല്ലാത്ത കാരണം വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതും വഴിയുണ്ട്. അതായത് IMEI നമ്മൾ എടുത്തു കൊടുക്കും. ഫോൺ നമ്പർ മതി. അതിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നെറ്റ് ഒന്ന് ഓണാക്കി ഇടാൻ ശ്രമിക്കുക. എപ്പോഴും ലൊക്കേഷൻ ഓണാക്കി ഇടുക. അതേപോലെ ലൊക്കേഷൻ നെറ്റും നമ്മൾ ഓണാക്കി ഇടുക എന്നുള്ളതാണ്. ഇപ്പം ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രാഥമികമായിട്ട് നമുക്ക് ആ ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് വെച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് ഫോണിൽ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുന്നേ പാസ്വേഡ് ചോദിക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഓരോ ഫോണിനും ഓരോ രീതിയാണ്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അതായത് സ്വിച്ച് ഓഫ് ആവാതിരിക്കുക. അതായത് എല്ലാം ചെയ്യുന്ന വെച്ചാൽ സ്വിച്ച് ഓഫ് ആദ്യമേ എടുത്താൽ സ്വിച്ച് ഓഫ് ആകും. സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. സ്വിച്ച് ഓഫ് ആകുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. IMEI നമ്പർ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇപ്പം ഫോൺ നമ്പർ ആണെങ്കിൽ ഏത് സ്റ്റേഷൻ കൊടുത്താലും നമുക്ക് അവിടുത്തെ ലോഗിൽ കയറി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മതി. ഫോൺ മതി. ഇപ്പം നമുക്ക് ഡേറ്റ അകത്ത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ ഒരു ലോക്ക് പൊട്ടിക്കുക ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നു. അപ്പം റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എറേസ് ആയി പോയിട്ട് പുതിയ ഫോണായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ എപ്പം ട്രേസ് ആവും. മൊബൈലടക്കാരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവരിത് കൂടുതലും ശ്രദ്ധിക്കുന്നില്ല. അതായത് ഒരാളിപ്പം ഒരു ഫോൺ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് അങ്ങ് വിടുന്നത്. കാര്യം കൃത്യമായിട്ട് ആരെ കൊണ്ടുവന്നത് അതിന്റെ ഓതന്റിസിറ്റി ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ചെയ്യണം. കാര്യം ഒരു 6-7 മൊബൈലടക്കാരുടെ നിന്ന് നമ്മൾ അവരെ തിരിച്ചെടുക്കേണ്ടി വരും. അത് അവർക്ക് നഷ്ടം. കാര്യം ഈ പറഞ്ഞ അവർക്ക് പൈസയും പോവും, ഫോണും പോകും. അവർ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മോഷണ മുതലുമായി വരുന്നത് പേടിക്കാതിരിക്കുക. സെക്കൻഡ് ഹാൻഡ് ഫോൺ കൂടുതലും നമ്മളായാലും സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കുന്നത് ഉറപ്പ് വരുത്തി, അത്ര വിശ്വാസമുള്ള ആൾ അല്ലെങ്കിൽ അത്ര ഉറപ്പ് വരുത്തിയിട്ട് മേടിക്കുക. അല്ലെങ്കിൽ നമ്മൾ മേടിക്കാനും അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. CIR പോർട്ടൽ തന്നെ മൊബൈലടക്കാരുടെ പറയാനുള്ളത്. അതായത് CEIR എന്ന് പറഞ്ഞ പോർട്ടലിനകത്ത് നമ്മൾ ജെന്യൂനസ്, നോ യുവർ ജെന്യൂനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് IMEIയുടെ. അപ്പോൾ അതിനകത്ത് നമ്മൾ IMEI നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫോൺ കൊടുത്ത് ഒരു ക്യാപ്ചയും കൊടുത്ത് അതിന്റെ കൂടെ നമുക്ക് ആ തരുന്ന ഫോണിന്റെ IMEI അടിച്ചു കൊടുത്താൽ അതിൽ പറയും ആ IMEI ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെട്ടയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, CIR പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ബ്ലാക്ക് ലിസ്റ്റ് കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ അപ്പം തന്നെ കിട്ടി അപ്പം തന്നെ കൊണ്ട് കൊടുത്താൽ നമുക്ക് അറിയത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ശ്രദ്ധിക്കാം. നമുക്ക് ഫസ്റ്റ് ലെയർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം.